ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിൽ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഭാഗമാണ് കണ്ണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ ഈ 6/6 എന്താണ്, 6/3 എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. കളർ ബ്ലൈൻഡ്നെസ്, ഐ ടെസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ കണ്ണിൽ അവർ പരിശോധിക്കുന്ന കാര്യം. ഈ കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലിടുന്ന കാര്യങ്ങളും ജോബ് അലേർട്സും എല്ലാം നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് എങ്ങനെ ചെക്ക് ചെയ്തെന്ന് നോക്കാം. നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ടാകും. അതുപോലെ കുറേ ചിത്രങ്ങൾ അവർ നമ്മളെ കാണിക്കും. അതിൽ നിന്നും ഒരു അക്ഷരമോ നമ്പറോ ഉണ്ടായിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കണം. ഇങ്ങനെ നമ്പറോ ലെറ്റേഴ്സോ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സ്ക്രീനിൽ കുറച്ച് കളർ ബ്ലൈൻഡ്നെസ്സിൽ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ അക്ഷരങ്ങളും നമ്പേഴ്സും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരാവുന്നതാണ്, ശരിയാണോ അല്ലേന്ന്. ഇത് ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റുകളും സ്വീകരിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഐ ടെസ്റ്റ് ആണ്. കൂടുതൽ കാൻഡിഡേറ്റ്സും പുറത്താക്കുന്നത് ഈ ഐ ടെസ്റ്റിലൂടെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഐ ടെസ്റ്റും പാസ്സാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഐ ടെസ്റ്റ് എങ്ങനെ നോക്കാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ കുറേ പേപ്പറുകൾ, കുറച്ച് അക്ഷരങ്ങൾ നിങ്ങളെ കാണിക്കും. അത് നമ്മൾ നിശ്ചിത അകലത്തിൽ നിന്ന് വായിക്കുക. ആദ്യം 2 കണ്ണും തുറന്ന് വായിപ്പിക്കും. അങ്ങനെ വായിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ഓരോ കണ്ണും പേപ്പർ കൊണ്ട് മറച്ച ശേഷവും വായിപ്പിക്കും. ഇങ്ങനെ 2 കണ്ണുകളും വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഐ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. ഈ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ പിക്ചർ നിങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ നിന്നും പിടിച്ച് വായിക്കാൻ ശ്രമിക്കുക. ഓരോ കണ്ണും മാറി മാറി വായിക്കുക. ഇങ്ങനെ ഓരോ കണ്ണിലും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി വളരെ കുറവാണ്. ഇത് നിങ്ങളെ പ്രതികൂലമായി മെഡിക്കൽ ടെസ്റ്റ് ബാധിക്കാവുന്നതാണ്. നിങ്ങളെ ഔട്ടാക്കുന്നവരെ ഇത് കൊണ്ട് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റുകളും സ്വീകരിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഈ ഐ ടെസ്റ്റിൽ 6/6, 6/3 അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ പിക്ചറിൽ വലത്തെ സൈഡിൽ കുറച്ച് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 തുടങ്ങിയ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ വായിക്കാൻ, ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും കാഴ്ചശക്തി ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്ക് 6ാമത്തെ നമ്പറിൻ്റെ കൂടെയുള്ള അക്ഷരങ്ങൾ വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചശക്തി 6/6 ആണ്. ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു കണ്ണ് മറച്ചു വെച്ചിട്ടായിരിക്കണം വായിക്കേണ്ടത്. നമ്മുടെ ആർമി മെഡിക്കൽ ടെസ്റ്റിന് കണ്ണിൻ്റെ ടെസ്റ്റ് എല്ലാം പുതിയ സ്റ്റാൻഡേർഡ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഏത് മെഡിക്കൽ ടെസ്റ്റിനായാലും, ആർമിയുടെ ആയാലും നേവിയുടെ ആയാലും എയർഫോഴ്സിൻ്റെ ആയാലും മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഓരോ കണ്ണും മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ മറച്ചു വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ കണ്ണ് അടയ്ക്കരുത്. ഇങ്ങനെ കണ്ണടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ കണ്ണുകൊണ്ട് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കാണുന്നത് ബ്ലറായിട്ടായിരിക്കും. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. റിക്രൂട്ട്മെൻറ്റ് ഡേറ്റ് വന്നിട്ട് നിങ്ങൾ ഡോക്ടറെ സമീപിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസും ജോബ് നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.